ഹലോ ഫ്രണ്ട്സ്, മുക്താറാണേ. ഹസൻക, എന്തൊക്കെയുണ്ട് വിശേഷം? ഓഫർ ഉണ്ടോ? കാരണം കുറച്ച് ലൈറ്റ് ആയി പോയോ നമ്മൾ വരാൻ? ചെറുതായിട്ട് ലൈറ്റ് ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ വന്നുള്ള സ്പെഷ്യൽ ഓഫർ 2013 ടെസ്റ്റർ എത്ര കൊടുക്കും? 3 ലക്ഷം റുപ്യക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 7 സീറ്റർ അല്ലേ വരുന്നത്? വർഷ എത്ര റേറ്റ് വരുന്നത്? 75 റുപ്യ. എത്ര വരെ പേപ്പർ ഉണ്ട്? 26 ലാസ്റ്റ് വരെ പേപ്പർ ഉള്ളത് 75 റുപ്യക്ക്. ഇനി സെലേരിയ വരുന്നുണ്ട്. സെലേരിയ 2017 മോഡൽ അല്ലേ? 2017 സിംഗിൾ ഓണർഷിപ്പ്. എത്ര കൊടുക്കുക? 3,20,000 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കുക അല്ലേ? ഇനി അതേപോലെ തന്നെ 2014 ആൾട്ടോ 800 എത്ര കൊടുക്കുക? 1,80,000. 1,80,000 അങ്ങ് തരാൻ പോകുന്നത്. ഇനി അതേപോലെ തന്നെ 2028 വരെ പേപ്പറുള്ള MBFI 800 എത്ര കൊടുക്കുക? 40 രൂപ കൊടുക്കുക. ഇനി എന്താ? 2014 VXI സെലാരിയോ 260. 2016 VXI സെലേരിയ 260. അങ്ങനെ ഒരുപാട് ഓഫർ ആയിട്ടാണ് നമ്മൾ അസൻഖാൻ എടുത്തേക്ക് വന്നത്. അസൻഖാൻ പൊളിക്കല്ലേ, നമുക്ക് തുടങ്ങല്ലേ പൂരം. നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് കാക്കഞ്ചേരിയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൊട്ടടുത്ത്. കാക്കഞ്ചേരിയിൽ നിന്ന് നമ്മളെ പറമ്പിൽ പള്ളിക്കൽ ബസാർ റൂട്ടിൽ അമീൻ യൂസർ കാറിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ തുടങ്ങുകയാണ്. ഓവർ ബോർ അടിപ്പിക്കണമെന്നില്ല. പിന്നെ ഒരു വീഡിയോ മെയിൻ കാര്യം എന്താ പറയുക, നമ്മളെ സ്പീഡിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ സ്പീഡിനെ പറ്റി പറയുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആ സ്പീഡാണ് വേണ്ടത്. കാരണം എന്താ, പെട്ടെന്ന് സ്കിപ്പ് അടിക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ. ഇപ്പോൾ ഈ റിഡ്സ് ആകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇൻട്രോ തന്നെ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഈ സെലരി തന്നെ നോക്കല്ലേ, സ്പീഡൊന്നും ഇല്ലാതെ ഒരു സാവധാന രീതിയിൽ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അസൻക, ഈ സെലരി ഏതാ മോഡൽ വരുന്നത്? 2014 മോഡൽ. 2014 മോഡൽ. ഡീസലാണോ പെട്രോളാണോ? പെട്രോളാണ് വരുന്നത്. VXI ആണ് വരുന്നത് അല്ലേ? ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ വരുന്നത്? രണ്ടാമത്തെ ഓണർ. കിലോമീറ്ററോ? 79,000 കിലോമീറ്റർ. ടയറൊക്കെ ഒരു ഏവറേജ് ടയറൊക്കെ 90% തന്നെ ഉണ്ട്. പിന്നെ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇന്ത്യയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് കറക്റ്റ് കാണിച്ചു കൊടുക്കണം. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇത് വരുന്നുണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് ഫൈനൽ എത്രയാണ്? ലാസ്റ്റ് ഫൈനൽ നമുക്ക് 255 കൊടുക്കും. 255. തട്ടുമുട്ട് കാര്യങ്ങൾ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഹിസ്റ്ററി വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഇനി അത്യാവശ്യം നല്ല സ്പീഡിൽ നോക്കുകയാണെങ്കിൽ അസൻക ഈ ഒരു ടെസ്റ്റർ തന്നെ നോക്കാം. ടെസ്റ്റർ ഏതാ മോഡൽ വരുന്നത്? 2013. ഡീസലാണോ പെട്രോളാണോ? RXZ ആണ് വരുന്നത്. ഓണർഷിപ്പ് 3. കിലോമീറ്ററോ? കിലോമീറ്റർ 1.30 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യം എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉള്ളിൽ ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. അപ്പൊ പ്രൈസ് അങ്ങനെ വരുന്നത് 3 ലക്ഷം രൂപ. എത്ര ലോൺ? 295 ലാസ്റ്റ്. അതിന് മുമ്പ് കുറച്ച് തരും കേട്ടോ, വേറെ കാര്യം. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. കണ്ടില്ലേ, പരിപാടി പെട്ടെന്ന് കഴിഞ്ഞ്. ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അസൻഖാനൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഏത് വണ്ടി നിങ്ങൾ ഇവിടെ വന്ന് നോക്കുകയാണെങ്കിലും മൂപ്പര് വണ്ടി ഓടിക്കാനാണെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണം ചെയ്തു തരും. ഒരാളും ഇതുവരെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അസൻഖാക്ക് അത് കാണിച്ചിട്ടില്ല, അതാക്കിയിട്ടില്ല എന്നുള്ളൊരു നെഗറ്റീവ് മൂപ്പര് പറയുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത്രക്കും ഫ്രണ്ട്ലി ആയിട്ടാണ് മൂപ്പര് ഇതാക്കുന്നത്. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരോടും പറയുന്ന മാതിരി തന്നെ പൂർണ്ണമായും ചെക്ക് ചെയ്യുക. അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ മുക്താർ അസൻഖ എന്ന് പറഞ്ഞ ആ രീതിയിലല്ല. നിങ്ങളെ വണ്ടിയാണ്, നിങ്ങളെ പൈസയാണ്. കഴിഞ്ഞ ദിവസം വരെ ഗൾഫിൽ നിന്ന് ഒരാളിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളവിടെ പോവുക, നിങ്ങൾ നോക്കുക, എന്നിട്ട് വണ്ടി എടുക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവുകയാണ്. ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ, സ്പീഡ് വേണോ സ്ലോ ആണോ എന്ന്. അതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? 2016 പെട്രോൾ ആണ്. പെട്രോൾ റീ ആണോ? കേരള വണ്ടിയാണ്. രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 96,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്യുന്നുണ്ട്. വേറെ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 3,20,000 കൊടുക്കാം. 16 വണ്ടി കേട്ടോ. 3,20,000. 2014 പെട്രോൾ നമുക്ക് കൊടുക്കാം. പെട്രോൾ നമ്പർ ഒരു 3.25 ലോണും കയറും. ക്യാഷ് ബാക്ക് എന്തായാലും ഉണ്ട്. ഒരു 50,000 രൂപ ക്യാഷ് ബാക്ക് ഉണ്ടാവും. ഓക്കെ. ഈ ഒരു സാലറി 2017 സിംഗിൾ ഓണർ. 2017 സിംഗിൾ ഓണർഷിപ്പ് VXI ആണ് വരുന്നത്. കിലോമീറ്ററോ? 1,09,000 കിലോമീറ്റർ ഓടിയാണ് സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നും റീപ്ലേസ് ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 3,20,000 കൊടുക്കാം. 3,20,000. 3.5 വരെ ലോൺ കയറും. 3.5 വരെ ലോൺ. ഒക്കെ ക്യാഷ് ബാക്കിന്റെ ഓഫർ ആണല്ലോ. ഓക്കെ. ഈ ഒരു ആൾട്ടോ അത് 2014 LXI ആണ്. LXI. ഓണർഷിപ്പ് 1.24 കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 2.5 കൊടുക്കാം. 2,05,000. എത്ര ലോൺ കയറും? ലോൺ 1.70 വരെ 1.70 വരെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു ആൾട്ടോ ഇത് 2012 LXI. 2012 LXI ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് നമുക്ക് 1.40 കൊടുക്കാം. 1.40 കൊടുക്കാം. ഓക്കെ. ഈ ഒരു കിഡോ? ഇത് കിഡ് 2017 വണ്ടി സിംഗിൾ ഓണർ 70,000 കിലോമീറ്റർ. 1 ലിറ്റർ ആണ്. ഇത് 1 ലിറ്റർ ആണ്. ക്ലൈംബർ ഓപ്ഷനാണ്. ഓക്കെ. ക്ലൈംബർ നമ്മുടെ ലിമിറ്റഡ്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്?
പ്രൈസ് ഇത് 2,65 കൊടുക്കാം. 2,65,000. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്തു. ഫുൾ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ എക്സ്പ്രസോ വരുന്നുണ്ട്. എക്സ്പ്രസോ 2021 2021 VXI പ്ലസ്. VXI പ്ലസ്. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടിയിട്ട് കറക്റ്റ് പ്രോപ്പർ കമ്പനി സർവീസും ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. കമ്പനി ഇറക്കിയ ആ ഒരു ഇന്ത്യയിലും കാര്യങ്ങളും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. പ്രൈസ് തന്നെ വരുന്നത്? ഇത് നമുക്ക് 4 രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ. എത്ര ലോൺ വരും? ഫുൾ ലോൺ. ഫുൾ ലോൺ അല്ലേ? ഓക്കെ. ഈ റിഡ്സ് നമ്മൾ കാണിച്ചില്ലല്ലോ? കാണിച്ചതാണ്. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റോ? ഇത് 2019 മോഡൽ. 2019 VXI പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ ആണ്. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് 30,000 കിലോമീറ്റർ ഓടി കറക്റ്റ് പ്രോപ്പർ സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് 5,90. 5,90 കൊടുക്കും. 2019 അല്ലേ? 2019 പെട്രോൾ 5,90. എത്ര ലോൺ കയറും? 5.5 വരെ മാക്സിമം. 5.5 വരെ. അടുത്ത നമുക്കൊരു 7 സീറ്റർ വണ്ടിയല്ലേ? ചെറിയൊരു പൈസ. എത്ര വരെ പേപ്പർ ഉണ്ട്? ഇത് 2026 വരെ 2026 വരെ പേപ്പർ ഉണ്ട്. വർഷം അങ്ങനെ കാണില്ല കേട്ടോ. അപൂർവമാണ് ഇപ്പൊ അല്ലേ? അപൂർവമാണ് കാണല്. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് AC വർക്കിംഗ് ആണ്. പവർ സ്റ്റാരിംഗ് പവർ വിൻഡോ ഒക്കെ ഉണ്ട്. ഓക്കെ. 26 വരെ പേപ്പർ ഉണ്ട്. മെക്കാനിക്കൽ ഫിറ്റ്? മെക്കാനിക്കൽ പക്ക ഫിറ്റ്. കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. 10 പൊരുത്തായിട്ട് വണ്ടി 10 പൊരുത്താട്ടോ. ഓക്കെ. പ്രൈസ് തന്നെ വരുന്നത്? അത് 75 രൂപ. 75 രൂപ നമുക്ക് കൊടുക്കാം. ലോണൊന്നും കയറില്ലല്ലോ? ലോണൊന്നും കയറില്ല. നമ്മൾ ആ റിഡ്സ് കാണിച്ചിട്ടില്ല. ആ റിഡ്സ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2012 VDI ആണ്. 2012 VDI. കിലോമീറ്റർ എത്ര വരുന്നത്? കിലോമീറ്റർ 1.13 ഓടിയുണ്ട്. 1.13 ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കാരണം റിഡ്സ് ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം മൈലേജ് എന്തായാലും കിട്ടും. കാരണം പെട്രോളിന് മൈലേജ് വളരെ കുറവാണ്. ഓക്കെ. പ്രൈസ് തന്നെ വരുന്നത്? ഇത് 2.5 ലക്ഷം. ഇനി എന്താ പറയോ? ചെറിയ മാറ്റം കൊടുക്കും. എത്ര ലോൺ കൊടുക്കും? 2.10 ലോൺ ചെയ്തു. ഓക്കെ. ടയറൊക്കെ അത്യാവശ്യം ടയറൊക്കെ ലൈവിൽ അഡീഷണൽ ചെയ്താണ്. ഇതിപ്പോ ശ്രീരാമ ലോൺ കയറുള്ളൂ. ശ്രീരാമുള്ളൂ ലോൺ കയറാം അല്ലേ? ഓക്കെ. ഈ ഒരു ഈക്കോ? ഈക്കോ 2010 AC. 2010 AC. ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാ. കിലോമീറ്ററോ? കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് നോക്കണം. പോയി കിലോമീറ്റർ 1.4 ഓടിയുണ്ട്. 1.4 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പൊ 2010 AC ഈക്കോ ആണ് വരുന്നത്. പ്രൈസ് 10-11 രജിസ്ട്രേഷൻ 1,35,000 രൂപയ്ക്ക്. കാരണം ഒരു 7 സീറ്റർ വണ്ടിയൊക്കെ നോക്കുകയാണെങ്കിൽ, കാരണം 7 സീറ്റർ ഉണ്ടല്ലോ വരുന്നത്? 5 സീറ്റർ അല്ലേ വരുന്നത്? 7 സീറ്റർ. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? Hyundai i20 സ്പോർട്സ്. ഏതാ മോഡൽ വരുന്നത്? 13 മോഡൽ ഡീസൽ. 13 മോഡൽ ഡീസലാണ്. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ. കിലോമീറ്റർ 1.5 ലക്ഷത്തിന്റെ അടുത്ത്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സോറി, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്മെന്റ്. പ്രൈസ് ആണ് 2,90,000 രൂപ. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? 270 ലോൺ ചെയ്തു. ഓക്കെ. ഇനി അതേപോലെ തന്നെ എത്തിയോസ് കൊടുത്തതാ അല്ലേ? ഓക്കെ. ഇനി അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഏത് കാറ്റഗറിയിലൊക്കെ പോവാ? 2012 എത്തിയോസ് പ്ലാറ്റിനം മോഡൽ ആക്കിയോണ്ട് 800 കാണിച്ചില്ലല്ലോ? അഡ്വാൻസ് ആയതല്ലേ? ഓക്കെ. ഈ ഒരു എത്തിയോസ് എങ്ങനെ? 2012 പ്ലാറ്റിനം മോഡൽ കൺവേർട്ട് ചെയ്ത വണ്ടി. കേരളാണോ? റീ വണ്ടിയാണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 4ാമത്തെ ഓണറാണ്. 1.70 ഓടിയിട്ടുണ്ട്. 1.70 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? ഇത് 2.85. 2,85,000. എത്ര ലോൺ കയറും? 2.5 ലോൺ ചെയ്തു. 2.60 വരെ ശ്രീരാം ചെയ്ത് കൊടുക്കാം അല്ലേ? ഈ ഒരു റിഡ്സ് എങ്ങനെ ഡീറ്റെയിൽസ്? 2012 മോഡൽ 13 റേസർ VDI ഡീസൽ ആണ് വരുന്നത്. ഓണർഷിപ്പ് 4 ആണ്. 1.28 ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ 1.4. കിലോമീറ്റർ 1.28. ഓണർഷിപ്പ് 4. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? ഇത് 2.95. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ ഒരു റിഡ്സോ? ഈ റിഡ്സ് ഓഫറിൽ കൊടുക്കാലോ. 2009 വണ്ടി. 2009 റിന്യൂവൽ എടുത്താണോ? റിന്യൂവൽ 11 മാസമാണ്. 11 മാസം. എത്ര കൊടുക്കാം നമുക്ക്? ഇൻഷുറൻസ് പുതിയ നമുക്ക് 1.40 കൊടുക്കാം. 2009 VDI വണ്ടി. 2009 പുതിയ പേപ്പർ നിങ്ങൾ എടുക്കണം. ആ ലെവലിൽ 11 മാസമാണ്. 11 മാസമാണ് പുതിയ ഞാൻ അടച്ചിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസും ആണ് വരുന്നത്. അപ്പൊ പ്രൈസ് ലാസ്റ്റ് 1.40 നമ്മൾ VDI ഇവിടുന്ന് കൊടുക്കാൻ വേണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് റിനോൾട്ടിന്റെ റിനോൾട്ട് ക്യാപ്റ്റർ ഏതാ മോഡൽ വരുന്നത്? 2018 സിംഗിൾ ഓണർ. 2018 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1.30 ഓടി കമ്പനി സർവീസ്. പെട്രോൾ ഡീസലാണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? ഇത് 5.90 കൊടുക്കാം. 5.90. എത്ര ലോൺ? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? XUV W8.
W8 ആണ് വരുന്നത് 2012. 2012. ഓണർഷിപ്പ് ഏതായിരുന്നു? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ. കിലോമീറ്റർ 170 ഓടി കമ്പനി സർവീസ് ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് ഒരു റീപ്ലേസും ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 4.35 ലാസ്റ്റ് കൊടുക്കാം. 4,35,000. എത്ര ലോൺ കയറും? 3.25 to 4 വരെ കയറും. ഓക്കെ. ഈ ഒരു ആൾട്ടോ അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2022 മോഡൽ. 2022 മോഡൽ BS6 LXI വണ്ടി സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 13,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 3.5 കൊടുക്കാം. 3.70 ആണ് റേറ്റ് ഇട്ടത്. 20,000 രൂപ കുറച്ചാണ്. അതെന്തെങ്കിലും കുറച്ച് കൊടുക്കാം ആള് വന്നാല്. എത്ര ലോൺ കയറും? 3.5, 3.60, 3.45 ഒക്കെ കയറും. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ക്യാഷ് ബാക്ക് ഉള്ള കാര്യം പറയരുത് കേട്ടോ. അല്ല കിട്ടുന്ന എല്ലാ വണ്ടിക്കും പറയണില്ലല്ലോ. പറയണ്ട. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 12 LXI. 2012 LXI. ഓണർഷിപ്പോ? രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.3 ഓടി. 1.3. റീപ്ലേസ്മെന്റ് ആണോ? ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? ഇത് നമുക്ക് 1.65 കൊടുക്കാം. 1,65,000. എത്ര ലോൺ കയറും? 1.40 വരെ ലോൺ. 1.40 വരെ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ ഒരു ഇയോൺ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇയോൺ 2013 മാഗ്ന പ്ലസ് ആണ്. 2013 ഫുൾ ഓപ്ഷൻ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണറാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.10 ഓടി. 1.10. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് നമുക്ക് 1.70 കൊടുക്കാം. 1,70,000 കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റോ ഡീസൽ ആണല്ലോ വരുന്നത്? ഡീസലാണ്. 2014 ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 1.0 ഓടിയിട്ടുണ്ട്. അതൊക്കെ പുതിയ സ്റ്റോക്ക് ആണ്. 1 സംതിങ് ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് നമുക്ക് 4 രൂപ കൊടുക്കാം. 4 രൂപ. എത്ര ലോൺ കയറും? 3.45, 3.60 ഒക്കെ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് സ്കോർപിയോ. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2008 എമോക്ക് 28 വരെ പേപ്പർ എടുത്ത വണ്ടി. എമോക്കാണ് വരുന്നത്. ഇത് പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 2.30 കൊടുക്കാം. 2,30,000. ലോൺ ചെറിയ ചേട്ട് ലോൺ 28 വരെ പേപ്പർ എന്തായാലും ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് സൈലോ. 2011. 2011. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ. കിലോമീറ്ററോ? 1.4 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നും. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 1.75 1,70,000. ഇതാണ് നമ്മൾ പറഞ്ഞ 800. അതെ. 2023 2028 വരെ പേപ്പർ ഉണ്ട്. MPFI ആണ് വരുന്നത്. AC ഉണ്ട്. AC ഉള്ള ടൈപ്പ്. ലാസ്റ്റ് നമുക്ക് എത്ര കൊടുക്കാം? 40 ഉറുപ്പിയാണ്. ചെറിയ മാറ്റം. നിങ്ങൾ പറഞ്ഞത് ലാസ്റ്റ് 30 രൂപയ്ക്ക് ലാസ്റ്റ്. 30 രൂപ ഫൈനൽ ആയിട്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു XUV 500 കൊടുക്കാനുള്ളതാണോ? അത് കൊടുത്തതാണ്. 2010. അപ്പൊ എന്തായാലും അസംഖ്യ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇവിടെ നിർത്താൻ പോവാണ്. കാരണം ഇനി നമ്മൾ ഇങ്ങനെ വർത്താൻ പറഞ്ഞു പോയാൽ ചിലപ്പോൾ ലാഗ് ആയി പോകും. നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് പോകും. നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത്? കറക്റ്റ് സ്പോട്ട് എന്നും പറഞ്ഞു മാറിയില്ല. അല്ല അങ്ങനല്ല, പുതിയ ആൾക്കാർ വന്നാലോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാക്കഞ്ചേരി അല്ലാമൻ യൂസർകാർ എന്തായാലും നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട.